കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റ് നടക്കുകയാണ്. നിരവധി ആളുകൾ വരുന്നതാണ്. അവിടെ ഇന്നലെ റാപ്പർ വേടന്റെ സംഗീത പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ആ പരിപാടിയിൽ തിക്കും തിരക്കുമായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർക്ക് പരിക്കുപറ്റി. പോലീസ് ഇടപെട്ടാണ് പരിപാടി അവസാനിപ്പിച്ചത്. പരിപാടിക്ക് എത്തിയ 19 വയസ്സുകാരൻ റെയിൽ പാളം മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി മരിച്ചു. പൊയ്നാച്ചി സ്വദേശിയായ ശിവാനന്ദയാണ് മരിച്ചത്. മുൻഭാഗത്തേക്ക് ആൾക്കാർ ഇടിച്ചു കയറിയതാണ് തിരക്കിന് കാരണമായതെന്നാണ് സംഘാടകർ വിശദീകരിക്കുന്നത്. ഇന്നലെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതേ ഇടത്താണ് ഇത്തരത്തിൽ വലിയ തോതിൽ തിക്കും തിരക്കും ഉണ്ടാവുന്നത്. ബേക്കൽ ബീച്ച് ഫെസ്റ്റ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ്. ഇവിടെ വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു ആഘോഷമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ദിവസത്തിലാണ് ഇവിടെ വേടനും പ്രസിദ്ധ ചാലക്കുടിയും മ്യൂസിക് ഷോയുമായി എത്തുന്നത്. ഇവിടെ 25,000-ലധികം ടിക്കറ്റുകളാണ് ആദ്യഘട്ടത്തിൽ വിൽപ്പനയ്ക്കായി തയ്യാറാക്കി വെച്ചതെങ്കിലും 45,000-ഓളം ടിക്കറ്റുകൾ ഔദ്യോഗികമായി വിറ്റുപോയി എന്നതാണ് സംഘാടക സമിതി നൽകുന്ന കണക്ക്. എന്നാൽ അതിലേക്കാളും അധികം ആളുകൾ ഇവിടെ ബീച്ച് പാർക്കിന്റെ പരിസരങ്ങളിലായി ഉണ്ടായ ദൃശ്യങ്ങളിൽ നിന്നും ആ ജനക്കൂട്ടം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബാരിക്കേഡൊക്കെ തന്നെ തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പൂർണ്ണമായും പുറത്തു നിന്നൊക്കെ തന്നെ ആളുകൾ അകത്തേക്ക് നൃത്തം ചെയ്യാനായി തള്ളിക്കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ സ്റ്റേജുമായി ചേർന്ന് നിൽക്കുന്ന റാമ്പ് സൗകര്യമൊക്കെ തന്നെ ഒരുക്കിയിരുന്നു. ഗായകർക്ക് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിപാടികൾ അവതരിപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് തിങ്ങി നിന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ശ്വാസതടസ്സമടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നീട് അവരെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രികളിലേക്ക് എത്തിച്ചു. 15ഓളം ആളുകൾക്കാണ് ഇത്തരത്തിൽ ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് ഇവിടെ ദൃക്സാക്ഷികളിൽ നിന്ന് പോലും നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ കേവലം 6 പേർക്ക് മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നതാണ് പോലീസിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ഔദ്യോഗിക സ്ഥിരീകരണം എന്നുള്ളത്. ഇവിടെ ഒരു ബീച്ച് ഏരിയ ആണ്. അതിലൂടെ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിലേക്ക് കയറാം. അങ്ങനെ ചാടി മറിഞ്ഞ് ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പോൾ അതിലൊരു 6 ആൾക്കാർക്കാണ് ക്ഷീണം അനുഭവപ്പെട്ടത്. ആ ക്ഷീണം അനുഭവപ്പെട്ടവർക്കൊരു ഫസ്റ്റ് എയ്ഡും വെള്ളവും കൊടുത്തുകൊണ്ട് തന്നെ അവർ റിലീസായി പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റ് മ്യൂസിക് ഷോ ഏത് രീതിയിൽ നടത്തരുത് എന്നുള്ളതിൻ്റെ കൃത്യമായൊരു ഉദാഹരണമായി തന്നെ ബേക്കൽ ബീച്ച് പാർക്കിൽ നടന്ന ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള വേടൻ്റെ മ്യൂസിക് ഷോ മാറി എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതിനിടയിൽ തന്നെയാണ് ഏറെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. വേടൻ ഇവിടെ എത്തിയത് തന്നെ 9 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞ പരിപാടിക്ക് 9:40 വേടൻ ഇവിടെ എത്തുന്നത്. എന്നാൽ അതിനു മുൻപേ തന്നെ പരിപാടി കാണാനായി എത്തിയ പൊയ്നാച്ചി സ്വദേശിയായ ഒരു യുവാവ് തൊട്ടപ്പുറത്തുള്ള ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷന് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നതിനിടയിലാണ് ട്രെയിൻ ആ യുവാവിനെ ഇടിച്ച് ആ യുവാവ് 19-കാരനായ യുവാവ് മരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായി. യുവാവിൻ്റെ മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വീഴ്ചയ്ക്ക് കൃത്യമായ വിശദീകരണം നൽകേണ്ടത് സർക്കാരും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തിയ BRDCയും ബേക്കൽ ബീച്ച് പാർക്കിൻ്റെ അധികൃതരുമാണ്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.